നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും നമുക്ക് വൈറ്റമിൻസ് കിട്ടുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വേണ്ടി നമുക്ക് വൈറ്റമിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഡ്രൈ ആവുന്നത് കാണും. മുടി കൊഴിച്ചിൽ ഇത് കൂടുതലും പെൺകുട്ടികളിലാണ് കാണുന്നത്. വൈറ്റമിൻ ഡി കുറയുന്നതാണ് ഇന്ന് മുടി കൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളും തടയാൻ പറ്റും. ഹായ്, ഞാൻ ഡോക്ടർ പ്രിയ, Q1B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയൊരു പങ്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ നോർമൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വേണ്ടി നമുക്ക് വൈറ്റമിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇന്ന് വൈറ്റമിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പ്രധാനമായിട്ടും നമുക്ക് വൈറ്റമിൻസ് കിട്ടുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ഇന്ന് നമുക്ക് വൈറ്റമിൻ ഡിയെ കുറിച്ച് നോക്കാം. എന്താണ് വൈറ്റമിൻ ഡി? നമ്മുടെ ശരീരത്തിലെ ഒരു ഹോർമോണെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. ചിലർ അതിനെ ഒരു ഹോർമോണായിട്ടും പറയപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഏക വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. എങ്ങനെയാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ സൂര്യപ്രകാശം വീഴുമ്പോൾ ആദ്യം വൈറ്റമിൻ ഡി ഒരു പ്രോ ഫോമായിട്ടുള്ള വൈറ്റമിൻ D3 ഉണ്ടാകുന്നു. ഇത് മഗ്നീഷ്യം, ഫോസ്ഫറസ് പോലെയുള്ള ധാതുക്കളുടെ സഹായത്തോടെയാണ് ആക്റ്റീവായിട്ടുള്ള ഒരു വൈറ്റമിൻ ഡി ഉണ്ടാക്കുന്നത്. ഈ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇന്ന് നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എത്രയാണ് നോർമലി വേണ്ട വൈറ്റമിൻ എന്ന് നോക്കാം. 1 വയസ്സ് വരെയുള്ള ശിശുക്കൾക്കാണെങ്കിൽ 400 ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് വേണ്ടത്. 1 വയസ്സിനും 70 വയസ്സിനും വരെയുള്ളവരുടെ ഇടയിലാണെങ്കിൽ 600 ഇൻ്റർനാഷണൽ യൂണിറ്റും, 70 വയസ്സിന് മുകളിലാണെങ്കിൽ 800 ഇൻ്റർനാഷണൽ യൂണിറ്റുമാണ് വൈറ്റമിൻ ഡി നമുക്ക് ആവശ്യമുള്ളത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വൈറ്റമിൻ ഡി ലഭിക്കാത്തതെന്ന് നോക്കാം. ഏറ്റവും പ്രധാന കാരണം വേണ്ടത്ര വെയിൽ കൊള്ളാത്തത്. നമ്മുടെ സ്കിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ കുടയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സിലും അല്ലെങ്കിൽ കയ്യിലൊക്കെ ആണെങ്കിലും ഗ്ലൗസിലും മാക്സിമം നമ്മുടെ ബോഡി കവർ ചെയ്യാൻ വേണ്ടി നോക്കും. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറയുന്നത്. ഇന്ന് കണക്കുകൾ പറയുന്ന പ്രകാരം 70 മുതൽ 80% ആൾക്കാർക്കും ഇന്ത്യയിൽ ഇന്ന് വൈറ്റമിൻ ഡിയുടെ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ശീത രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടത്ര സൂര്യപ്രകാശം ലഭിക്കാത്തത് കൊണ്ടാണ് അവർക്ക് വൈറ്റമിൻ ഡി കുറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിലാണെങ്കിൽ മെലാനിൻ കൂടുതലുള്ളവർ, കുറച്ച് കറുത്ത ഒരു ഇരുണ്ട നിറമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വൈറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. പൊതുവെ കുറച്ചുകൂടെ നിറമുള്ളവർക്ക് ആണ് കൂടുതലായിട്ടും വൈറ്റമിൻ ഡി സിന്തസിസ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ദഹന സംബന്ധമായ രോഗങ്ങൾ, സീലിയാക് ഡിസീസ് പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക്, അതുപോലെ തന്നെ വൃക്ക രോഗമുള്ളവർക്ക്, ഇവർക്കൊക്കെ അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവർക്കും വൈറ്റമിൻ ഡിയുടെ കുറവ് കാണുന്നുണ്ട്. നമ്മുടെ തെറ്റായ ഭക്ഷണ രീതിയും നമ്മൾ ഇന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും ഫാസ്റ്റ് ഫുഡും ഹോട്ടൽ ഫുഡും ഒക്കെ ആകുമ്പോഴും നമുക്ക് വേണ്ടത്ര വൈറ്റമിൻ ഡി ലഭിക്കുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ ഡി ഇന്ന് ശരീരത്തിൽ കുറയുന്നത്. എത്രയാണ് നമുക്ക് വേണ്ട നോർമൽ വൈറ്റമിൻ ഡിയുടെ അളവെന്ന് നോക്കാം. 20 മുതൽ 50 നാനോഗ്രാം പെർ ml ആണ് നോർമലായിട്ട് വേണ്ട വൈറ്റമിൻ ഡിയുടെ അളവ്. 20-ന് താഴെ നിൽക്കുകയാണെങ്കിൽ നമ്മളതിന് മോഡറേറ്റ് ഡെഫിഷ്യൻസി എന്നും, 10-ന് താഴെ പോകുമ്പോൾ സിവിയർ ഡെഫിഷ്യൻസി എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ ടാബ്ലറ്റോ അല്ലെങ്കിൽ മെഡിക്കേഷൻസിൻ്റെ സഹായം കൂടി വേണ്ടതുണ്ട്. ഇനി നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾക്കാണ് വൈറ്റമിൻ ഡി അത്യാവശ്യം എന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ബലം നൽകുക. നമുക്കറിയാം നമ്മുടെ എല്ലുകളും പല്ലുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽസ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ധാതുക്കൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ കാൽസ്യം ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ അത് ആഗീകരണം ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി വേണം. അപ്പോൾ നമ്മൾ ധാരാളം കാൽസ്യം കഴിക്കുന്നുണ്ട്, പക്ഷെ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കാൽസ്യം കഴിക്കുന്നതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ വേണ്ടത്ര ബലം കിട്ടുകയുള്ളൂ. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഈ എല്ലിൻ്റെയൊക്കെ ബലം കുറയുമ്പോൾ നമ്മൾ റിക്കറ്റ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ പറയും. പ്രായമായവരിലും കാണുന്ന പ്രധാനമായും പറയുന്ന കണ്ടീഷൻ നമ്മൾ ഓസ്റ്റിയോപോറോസിസ് ആണ്. പെട്ടെന്നുള്ള എല്ല് ഒടിയുക, നടുവിനൊക്കെ വേദന, കണ്ടിന്യൂസ് ആയിട്ട് സന്ധി വേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നമ്മുടെ ക്ലിനിക്കിലൊക്കെ ഇങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ തന്നെ നമ്മളിപ്പം നിർബന്ധമായിട്ടും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ ഡി. ഇന്ന് അത്രയധികമാണ് വൈറ്റമിൻ ഡി കുറവുള്ളതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള രോഗികളുടെ എണ്ണം. ഇനി അതുപോലെ തന്നെ നമ്മൾ വൈറ്റമിൻ ഡി കുറയുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയുന്നു. കുഞ്ഞു കുട്ടികളിലൊക്കെ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ, ജലദോഷം, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ പോലെയുള്ള കണ്ടീഷൻസ് വിട്ടുമാറാതെ നിൽക്കുന്നത് കാണും. പ്രായമായവരിലാണെങ്കിലും അലർജി പോലെയുള്ള കണ്ടീഷൻസ്. നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഡ്രൈ ആവുന്നത് കാണും.
മുടി കൊഴിച്ചിൽ ഇത് കൂടുതലും പെൺകുട്ടികളിലാണ് കാണുന്നത്. വൈറ്റമിൻ ഡി കുറയുന്നതാണ് ഇന്ന് മുടി കൊഴിച്ചിലിന് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത്. നമ്മൾ എണ്ണ മാറി തേക്കുകയും അല്ലെങ്കിൽ പല പല കെമിക്കൽസ് ഒക്കെ ചെയ്യുന്നതും കൊണ്ട് മാത്രം നമുക്ക് ഒരിക്കലും മുടി കൊഴിച്ചിൽ മാറില്ല. അതിൻ്റെ ഒരു ബേസിക് കാരണം ഇന്ന് അയണിൻ്റെ കുറവ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവുകൾ കൊണ്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞെങ്കിൽ മൂഡ് സ്വിങ്സ് ആണ്. ഇന്ന് കൗമാരക്കാരായ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒരുപാട് പേര് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ് മൂഡ് സ്വിങ്സ്. പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക, ഭയങ്കര സെൻസിറ്റീവ് ആവുക, ഡിപ്രഷൻ പോലെയുള്ള സ്റ്റേജിലേക്ക് പെട്ടെന്ന് പോവുക. ഇത് ചിലപ്പോൾ ഒരു കാരണങ്ങൾ കൊണ്ടാവണമെന്നില്ല, വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ടും ഇന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഇതിന് പുറമെ തന്നെ ചില ഡിസീസ്, സീലിയാക് ഡിസീസ് പോലെയുള്ള രോഗങ്ങൾ, വൃക്കകൾക്ക് പെട്ടെന്ന് രോഗം വരിക, അതുപോലെ തന്നെ നമുക്ക് കൊളസ്ട്രോള്, BP ഇതിനൊക്കെ തകരാറ് വരുന്നതും ഇതിൻ്റെ ഒരു ബാലൻസ് തെറ്റുന്നതും ഒക്കെ വൈറ്റമിൻ ഡി കുറയുമ്പോഴാണ്. നമ്മുടെ ശരീരത്തിലെ രക്തക്കൊഴലുകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്ലഡ് വെസൽസിൻ്റെയൊക്കെ വാളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ വൈറ്റമിൻ ഡി നമ്മുടെ BP കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുപോലെ ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ തുറക്കുന്ന ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ് പെട്ടെന്ന് പനി വരിക, അതുപോലെ സ്കിൻ ഡ്രൈ ആവുക തുടങ്ങിയ കണ്ടീഷൻസും വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമുക്ക് കൂടുന്നതായിട്ട് കാണാം. ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തടയാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിയുന്നത് തടയുക, അതുവഴി ഫാറ്റി ലിവർ തടയുക, അമിതവണ്ണം തടയുക, ഇതൊക്കെ വൈറ്റമിൻ ഡിയുടെ ഫങ്ഷൻസ് ആണ്. നമ്മുടെ ശരീരത്തിൽ അതുപോലെ തന്നെ കോശങ്ങളിലൊക്കെ നീർക്കെട്ടുണ്ടാകുന്നത് തടയുന്നതും വൈറ്റമിൻ ഡിയുടെ ഒരു പ്രധാന പ്രവർത്തനം തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് തണുപ്പ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് മഴയൊക്കെ കൂടുതലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വേണ്ടത്ര വെയിൽ കിട്ടാതെ വരുമ്പോൾ ചിലർക്കൊക്കെ ചില മൂഡ് സ്വിങ്സ് കാണിക്കും. ഇതിന് സീസണൽ മൂഡ് സ്വിങ്സ് എന്നാണ് പറയുന്നത്. ഇതും വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ആയിട്ടാണ് പഠനങ്ങൾ പറയപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പലർക്കും ഉറക്കക്കുറവ്, കണ്ടിന്യൂസ് ആയിട്ട് സ്ലീപ്പ് കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ എണീക്കുക, കഠിനമായ ക്ഷീണം, ഉന്മേഷക്കുറവ്, കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാൻ പുറകോട്ട് പോവുക, ഓർമ്മക്കുറവ് തുടങ്ങിയ വൈകല്യങ്ങളും കാണുന്നുണ്ട്. ഇനി നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആവശ്യത്തിന് വെയിൽ കൊള്ളുക. രാവിലെ 10 മണി തൊട്ട് 1 മണി വരെയുള്ള വെയിൽ മാക്സിമം കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ പൊതുവേ കുട്ടികളെ ഒന്നും വെയിലാണെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടാതിരിക്കുക. നമ്മൾ തന്നെയാണെങ്കിലും കുടയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും പുറത്തിറങ്ങാറ്. ആ ഒരു ശീലം മാറ്റിയിട്ട് സൺസ്ക്രീനൊക്കെ ഒരുപാട് ഉപയോഗിച്ചിട്ട് വെയിലത്തിറങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ മാക്സിമം അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ദിവസവും വെയിൽ കൊള്ളാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ വെയിൽ കൊണ്ടാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻ ഡി നമുക്ക് തന്നെ സിന്തസിസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ വൈറ്റമിൻ ഡി മറ്റു വൈറ്റമിനെ പോലെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെയാണെങ്കിൽ കുഞ്ഞിലേ തൊട്ട് കുറച്ചൊക്കെ വെയിലത്ത് വിടുകയും അതിൽ നിന്ന് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് കിട്ടുകയും അതുവഴി എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ബലത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാതെ പിന്നീട് ഒരു എല്ലും അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു എന്നുള്ളൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടി കുട്ടിക്കാലത്ത് തൊട്ട് തന്നെ ശീലമാക്കണം. ഇനി നമുക്ക് ഭക്ഷണത്തിലൂടെ എങ്ങനെയൊക്കെ വൈറ്റമിൻ ഡി നേടിയെടുക്കാം നോക്കാം. ഏറ്റവും പ്രധാനമായി പറയുന്നത് മുട്ടയാണ്. മുട്ടയുടെ മഞ്ഞയിലാണ് വൈറ്റമിൻ ഡി കുറഞ്ഞ അളവിലെങ്കിലും ഉള്ളത്. ഒരു 2 വലിയ മുട്ട കഴിക്കുകയാണെങ്കിൽ 60 മുതൽ 70% വരെ വൈറ്റമിൻ ഡി കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ പാൽ ഉൽപ്പന്നങ്ങൾ, പനീർ, പാൽക്കട്ടി തുടങ്ങിയ ഉൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. നട്ട്സ് ഒക്കെ ആണെങ്കിൽ ബദാം, കശുവണ്ടി, ഇതിൽ നിന്ന്, കുഞ്ഞു മത്സ്യങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ മാഗ്നീഷ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈറ്റമിൻ D3 എന്ന് പറയുന്ന ഒരു പ്രോ വൈറ്റമിൻ സ്റ്റേജിലാണ് നമ്മുടെ ശരീരത്തിൽ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്ന് ഒരു ആക്റ്റീവ് സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്നാണ് മാഗ്നീഷ്യം. ഇത് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നത് പഴവർഗ്ഗങ്ങളിലാണ്. കൂടുതലായിട്ടും ഏത്തപ്പഴത്തിൽ ധാരാളം മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മീൻ, നെയ്യ്, അതുപോലെ നമ്മുടെ കോഡ് ലിവറൽ, മീൻ എണ്ണ, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ഡി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കൂൺ, നമുക്കറിയാം കൂൺ സ്ഥിരമായിട്ടും സൂര്യപ്രകാശം കൊള്ളുന്നത് കൊണ്ട് തന്നെ ധാരാളം മിനറൽസ് ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും കൂണിലുണ്ട്. അപ്പോൾ കൂണ് കഴിക്കുന്നതും വൈറ്റമിൻ ഡിയുടെ ഒരു സപ്ലിമെൻറ്റ് പോലെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട വൈറ്റമിൻസ് ഒക്കെ സപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലിനും പല്ലിനും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് അസുഖങ്ങളും തടയാൻ പറ്റും. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.